നമുക്ക് കിട്ടിയ ഈ മനുഷ്യ ജന്മത്തിൽ നമ്മുടെ ഈ ശരീരവും നമ്മുടെ മനസ്സും ഇനി ഒരു മനുഷ്യ ജന്മം കിട്ടാൻ വേണ്ടി നമ്മൾ കാണുന്നതും കാണാത്തതുമായി വലുതായിട്ട് കാണുന്നതും നമുക്ക് കണ്ണിന് പോലും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ജീവജാലങ്ങളെല്ലാം നമ്മുടെ ആത്മാവ് ഒരു പ്രാവശ്യമെങ്കിലും ഇനി കയറി ഇറങ്ങിയാൽ മാത്രമേ, അത്രയും ജന്മങ്ങൾ കഴിഞ്ഞ് മാത്രമേ, ഇത്രയും നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കോടിക്കണക്കിന് ദൈവം സൃഷ്ടിച്ച കോടിക്കണക്കിന് ജീവജാലങ്ങളായിട്ടുള്ള ശരീരങ്ങളിലെല്ലാം നമ്മുടെ ആത്മാവ് ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയാൽ മാത്രമേ ഇനി ഒരു ജന്മം നമുക്ക് മനുഷ്യനായിട്ട് സാധ്യമാകൂ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ജന്മം നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾക്കിപ്പം ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പുതിയത് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. ഇതൊരു പ്രൊവോക്കേഷനാണ്. നിങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അല്ലെ, ഇഷ്ടമല്ലാത്ത ഒരു ജീവിതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിത രീതി എന്താണോ അതൊന്ന് ജീവിച്ച് നോക്കിക്കുക. അടിപൊളിയായിരിക്കത്തില്ലേ. അപ്പം നമുക്ക് ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജീവൻ അല്ല, നമ്മുടെ ഈ മനുഷ്യ ജീവനായിട്ട് ഇനി ജന്മം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും നമ്മുടെ ആത്മാവ് ഒരു പ്രാവശ്യം കയറി ഇറങ്ങണം അങ്ങനെന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പം നമുക്ക് ഈ ജന്മം എത്ര സുന്ദരമാക്കാൻ പറ്റും. നിങ്ങളെ ഇപ്പോൾ തഴയുന്നതും നിങ്ങൾക്ക് തഴയാൻ തോന്നുന്നതുമായിട്ടുള്ള എല്ലാം തഴഞ്ഞ് കളഞ്ഞേരെ. എന്നിട്ട് പുതിയൊരു ജീവിതം നമുക്ക് ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജന്മം നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളും ഏറ്റവും സന്തോഷഭരിതമാക്കാൻ പറ്റും.